Good morning once again. We shall start our class with group theory. Regarding molecular symmetry and group theory, the second session or the second section is group theory. Somewhat mathematical concept. Let me come to the slides. What is a group? A mathematical group. A group is a collection of mathematical objects known as elements or members which are related to each other according to certain rules. They are closure rule, identity rule, associative rule, inverse rule. There are 4 rules regarding a mathematical group. These 4 rules should be observed strictly. Then only a collection of objects, operators or numbers, whatever it is, can be considered as a mathematical group. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഗ്രൂപ്പിനെ, ഒരു കളക്ഷൻ ഓഫ് എലമെൻസിനെ, അത് എന്തും ആവാം, നമ്പേഴ്സോ ഓപ്പറേറ്റേഴ്സോ, ഇവിടെ സിമെട്രി ഓപ്പറേറ്റേഴ്സാണ്, ഇനി എന്തും ആവാം. അത് മാത്തമാറ്റിക്കൽ ഗ്രൂപ്പ് ആവണമെങ്കിൽ അത് ക്ലോഷർ റൂൾ ഒബ്സർവ് ചെയ്യണം, ഐഡന്റിറ്റി റൂൾ ഒബ്സർവ് ചെയ്യണം, അസോസിയേറ്റീവ് റൂൾ ഒബ്സർവ് ചെയ്യണം, ഇൻവേഴ്സ് റൂൾ ഒബ്സർവ് ചെയ്യണം. മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് റൂളുകൾ നമ്മൾ പറയാനാണ് പോണേ. The elements of group are numbers, matrices, vectors or symmetry operations. ഈ എലമെന്റ്സ് ഏതൊക്കെയെന്ന് പറയുന്നത് നമ്പേഴ്സ് ആവാം, മാട്രിസസ് ആവാം, വെക്ടേഴ്സ് ആവാം, സിമെട്രി ഓപ്പറേഷൻസ് ആവാം. നമ്മുടെ ഈ കേസിൽ സിമെട്രി ഓപ്പറേറ്റേഴ്സ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. Then point groups. In group theory related to symmetry, we consider the elements of group as symmetry operations. ഒരു ഗ്രൂപ്പിലെ എലമെന്റ്സിന് സിമെട്രി ഓപ്പറേറ്റേഴ്സിനെ, സിമെട്രി ഓപ്പറേഷൻസിനെ എലമെന്റ്സിൽ ഗ്രൂപ്പായിട്ട് എടുക്കുമ്പോൾ നമ്മളതിനെ പോയിന്റ് ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുക. Given set of symmetry operations will characterize a given set of molecules. ഓരോ മോളിക്യൂളിനും ഒരു ഗിവൺ സെറ്റ് സിമെട്രി ഓപ്പറേഷൻസ് ഉണ്ടാവും എന്ന് നമ്മൾ കണ്ടു. അല്ലെങ്കിൽ നമ്മൾ ഇനി വേറെ പല എക്സാമ്പിൾസിലൂടെ കടന്നു പോകും, നമുക്ക് വിശദമായിട്ട് കാണാൻ പറ്റും. The symmetry operations that can be applied to a given molecule in its equilibrium configuration form a mathematical group. ഒരു മോളിക്യൂളിന് അപ്ലൈ ചെയ്യാവുന്ന സിമെട്രി ഓപ്പറേഷൻസ് ഇക്വിലിബ്രിയം കോൺഫിഗറേഷനിൽ നിന്ന് പല കോൺഫിഗറേഷൻസ് പോസിബിൾ ആണെന്ന് നിങ്ങൾക്കറിയാം. അത് ഇക്വിലിബ്രിയം കോൺഫിഗറേഷനിൽ നിന്ന് നമുക്ക് ആ കോൺഫിഗറേഷനിൽ അപ്ലൈ ചെയ്യാവുന്ന സിമെട്രി ഓപ്പറേഷൻസിന്റെ എല്ലാത്തിനും നമ്പർ ഇട്ടാൽ അത് ഒരു മാത്തമാറ്റിക്കൽ ഗ്രൂപ്പ് ആവുമെന്ന് പറയുന്നത്. A very important feature of molecular symmetry is that all symmetry elements in a molecule will intersect at a common point, namely center of gravity. അതായത് ഈ സിമെട്രി ഓപ്പറേഷൻസ് എല്ലാം തന്നെ ഒരു ഗിവൺ മോളിക്യൂളിന്റെ സിമെട്രി ഓപ്പറേഷൻസ് എല്ലാം തന്നെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ് ഉണ്ട്. നമ്മളതിനെ സെന്റർ ഓഫ് സിമെട്രി എന്നോ പോയിന്റ് ഓഫ് ഇൻവേർഷൻ എന്നോ നമുക്ക് വിളിക്കും. Hence these symmetry operations are termed elements of point symmetry or point group symmetry. മനസ്സിലാക്കാണല്ലോ. ഒരു കോമൺ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ഓപ്പറേഷൻസും വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ പോയിന്റ് ഗ്രൂപ്പ് സിമെട്രി എന്ന് വിളിക്കാം. എലമെന്റ്സ് ഓഫ് പോയിന്റ് ഗ്രൂപ്പ് സിമെട്രി അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് സിമെട്രിനെ പോയിന്റ് ഗ്രൂപ്പ് സിമെട്രി എന്ന് നമ്മൾ വിളിക്കാം. അങ്ങനെയാണ് പോയിന്റ് ഗ്രൂപ്പ്സ് പേര് വന്നത്, പറയാൻ വേണ്ടിയിട്ട് പറയുന്നത്. Then എന്താണ് പോയിന്റ് ഗ്രൂപ്പ് എന്നുള്ള ഡെഫിനേഷൻ? എ പോയിന്റ് ഗ്രൂപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് സെറ്റ് ഓഫ് ഓൾ സിമെട്രി ഓപ്പറേഷൻ ആക്ഷൻ ഓഫ് വിച്ച് ലീവ്സ് at least of the molecule unmoved or invariant. A point group is defined as a set of all the symmetry operation, the action of which leaves at least of the molecule unmoved or variant. ഇത്തിരി വേഗമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ഉദ്ദേശിക്കുന്നത് എന്താ? സെറ്റ് ഓഫ് ഓൾ ദ സിമെട്രി ഓപ്പറേഷൻസ് കൂടിയിട്ടാണ് നമ്മൾ പോയിന്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കുക. എങ്ങനെയായിരിക്കുന്നത്? The action of which leaves at least the molecule unmoved or invariant. ഒരു ഐഡന്റിക്കൽ ഇമേജ് അല്ലെങ്കിൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ ഇമേജ് ഫോം ചെയ്യാവുന്ന തരത്തിലുള്ള സിമെട്രി ഓപ്പറേഷൻസിനെ മാത്രമേ ഇവിടെ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. അങ്ങനെ എല്ലാം കൂടി എന്താവും? ഒരു പോയിന്റ് ഗ്രൂപ്പ് ആവും. ഈ കണ്ടീഷൻസ് ഫോർ എ പോയിന്റ് ഗ്രൂപ്പ്. If a set of symmetry operations is to form a point group, the following rules must be satisfied. നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾസ് തന്നെയാണ്. മാത്തമാറ്റിക്കൽ ഗ്രൂപ്പ് ആവാൻ 4 റൂൾസ് ഉള്ള പോലെ തന്നെ ഇവിടെ സിമെട്രി എലമെന്റ്സ് ഒരു ഗിവൺ മോളിക്യൂളിന് പോസിബിൾ ആയിട്ട് എല്ലാ സിമെട്രി എലമെന്റ്സും ഒരു മാത്തമാറ്റിക്കൽ ഗ്രൂപ്പ് ആവണമെങ്കിൽ ഈ 4 റൂളും ഒബ്സർവ് ചെയ്യില്ല. ക്ലോഷർ റൂൾ. എന്താ ക്ലോഷർ റൂൾ എന്ന് പറയുന്നത്?
The product of any two elements in the group as well as the square of each element must be an element of the group. അപ്പോൾ ക്ലോഷർ റൂൾ അനുസരിച്ച് ഏതെങ്കിലും രണ്ട് എലമെന്റിന്റെ പ്രൊഡക്റ്റ് ആ ഗ്രൂപ്പിൽ ഉണ്ടാവണം. അത് മാത്രമല്ല ഓരോ ഓപ്പറേറ്ററുടെയും സ്ക്വയർ ആ ഗ്രൂപ്പിൽ ഒരു മെമ്പർ ആയിരിക്കണം എന്നാണ് പറഞ്ഞത് ക്ലോഷർ റൂൾ. എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. ഇനി അതിൻ്റെ ഒരു കൃത്യ എക്സാമ്പിൾ അല്ല, എന്നാലും അതിനൊരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ് പറയുക. ലെറ്റ് എ ആൻഡ് ബി ടു എലമെന്റ്സ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ലെറ്റ് എ ബി ഈക്വൽ ടു സി, എ സ്ക്വയർ ഈക്വൽ ടു എഫ്. അപ്പൊ എന്താ ഇത് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാ? എയും ബിയും. അവിടെ പ്രൊഡക്റ്റ് ഏതാ? എ ബി. എ ബി ആണ് സി എന്ന് പറയുന്ന സിംഗിൾ ഓപ്പറേഷൻ. നമ്മൾ കോമ്പിനേഷൻ ഓഫ് സിമെട്രി ഓപ്പറേഷൻസ് പറഞ്ഞു. അതുപോലെ എയുടെ സ്ക്വയർ അത് എഫ് ആണ്, ബിയുടെ സ്ക്വയർ ജി ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ക്ലോഷർ റൂൾ അനുസരിച്ച് എന്തൊക്കെ വേണം? എയും ബിയും എലമെന്റ് ആണെങ്കിൽ എ ബിയും ബി എയും പിന്നെ ഏതാ എ സ്ക്വയറും ബി സ്ക്വയറും ഇതിലെ എലമെന്റ് ആയിട്ട് വരണം. മനസ്സിലാക്കാന്ന് വിചാരിക്കണം ഇല്ലേ? ഈ എയും ബിയും ബിയും എയും അതും ചിലപ്പോൾ ഒന്നാവാം, അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉള്ള കേസിൽ. അല്ലാത്ത കേസിൽ വേറെ ഒരെണ്ണാവാം. ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇഫ് ബി ഈക്വൽ ടു ഡി ദാറ്റ് ഓൾസോ ഫോം അനദർ എലിമെന്റ് ഓഫ് ദ ഗ്രൂപ്പ്. ദ എലമെന്റ്സ് നീഡ് നോട്ട് ബി കമ്മ്യൂട്ടേറ്റീവ്. ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉള്ള കേസിലാണെങ്കിൽ എ ബി ഈക്വൽ ടു ബി എ ഈസ് ഈക്വൽ ടു സി. അപ്പോൾ ഇത് ഒറ്റ എലമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നോൺ കമ്മ്യൂട്ടേറ്റീവ് കേസിൽ എ ബി സി ആണ്, ബി എ ഡി ആണ്. അപ്പൊ ഏതാ സിയും ഡിയും ഇതിൽ എലമെന്റ് ആവും. മനസ്സിലായി വിചാരിക്കണേ? അപ്പൊ ക്ലോഷർ റൂളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു സ്റ്റേറ്റ്മെന്റ്. അത് എന്താ ക്ലോഷർ റൂള്? ക്ലോഷർ റൂൾ അനുസരിച്ച് ഒരു ഗ്രൂപ്പിലെ രണ്ട് എലമെന്റിന്റെ പ്രൊഡക്റ്റ് ആ ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആയിരിക്കണം. ആ കമ്മ്യൂട്ടേറ്റ് അല്ലെങ്കിൽ ഓർഡർ മാറുന്നുള്ള ഒരു വേറെ പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പൊ രണ്ട് പ്രൊഡക്ട്സ് അതിലുണ്ടാവും. പിന്നെ ഓരോ ഓപ്പറേറ്റേഴ്സിന്റെയും സ്ക്വയർ ആ ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആയിരിക്കണം. എന്നാൽ മാത്രമേ ക്ലോഷർ റൂൾ ഒബ്സർവ് ചെയ്യുള്ളൂ. ദെൻ ഐഡന്റിറ്റി റൂള്. ഈ പറഞ്ഞ റൂളുകളൊക്കെ നമ്മൾ എക്സാമ്പിൾ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അത് പിന്നീട്. തൽക്കാലം ഈ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാവുന്ന ഇത്ര കാര്യങ്ങളാണ്. ദെൻ ഐഡന്റിറ്റി റൂള്. In each group, there should be an identity element which commutes with all others and leaves them unchanged. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും ഒരു ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാവണം. അതുകൊണ്ട് നമ്മൾ ഏത് സിമെട്രി ഓപ്പറേറ്ററിനെ അല്ലെങ്കിൽ ഏത് എലമെന്റിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു എന്താ പറയുക ഒരു റിസൾട്ട്, പുതിയ റിസൾട്ട് ഉണ്ടാവരുത്, അൺചേഞ്ച്ഡ് ആയിരിക്കണം ആ റിസൾട്ട്. ഇപ്പം നമ്മൾ മാത്തമാറ്റിക് ഗ്രൂപ്പിൽ നമ്മൾ ഒന്നെന്ന് പറയാം, നമ്പർ 1 ഐഡന്റിറ്റി എലമെന്റാണ്. അതിനതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തൊക്കെ സംഗതി അറിയില്ലേ? ഞാൻ പറഞ്ഞത് മാത്രം. ഇത് 1 അല്ല, മൾട്ടിപ്ലൈഡ് ബൈ 1 ഡിവൈഡഡ് ബൈ 1 രണ്ട് ഓപ്പറേഷൻ ആട്ടോ. അത് മനസ്സിലായി. ഒരു ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടായാൽ മാത്രമേ ഈ ഐഡന്റിറ്റി റൂള് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. എക്സാമ്പിൾ, ദ ഐഡന്റിറ്റി എലമെന്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ഇ ആൻഡ് ഡിഫൈൻഡ് ബൈ ദ എക്സ്പ്രഷൻ എ ഇ ഈസ് ഈക്വൽ ടു ഇ എ ഈസ് ഈക്വൽ ടു എ. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള റിലേഷൻ ആയത് ഐഡന്റിറ്റി ഓപ്പറേറ്ററിന്റെ. വേർ എ ഈസ് എനി അതർ എലമെന്റ് ഓഫ് ദ ഗ്രൂപ്പ്. ഏത് എലമെന്റ്, ഈ ഒഴിച്ചുള്ള ബാക്കി ഏത് എലമെന്റും ആവാം എ. ഇനി അസോസിയേറ്റീവ് റൂൾ. ദ അസോസിയേറ്റീവ് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ മസ്റ്റ് ഹോൾഡ്. ഇഫ് എ ബി ആൻഡ് സി ആർ എനി 3 elements of the group, then a of bc is equal to ab of c. In other words, bc equal to y and ab equal to z, then ay is equal to zc. ay is equal to zc. ക്ലിയർ അല്ലേ? അസോസിയേറ്റീവ് റൂൾ. പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കമ്പൈൻ ചെയ്യുന്ന രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ് കമ്പൈൻ ചെയ്യുമ്പോൾ 3 എലമെന്റ് ഉണ്ടെങ്കിൽ 2 തരത്തിൽ കമ്പൈൻ ചെയ്യാൻ പറ്റും. അതായത് ബി സി ഒരു പ്രൊഡക്റ്റ് ആയിട്ടും എ സിംഗിൾ ആയിട്ട് നമുക്ക് കാണിക്കാം. ആദ്യം ഈ നമ്മൾ പറഞ്ഞ റൂൾ അനുസരിച്ച് ഈ എ ഓഫ് ബി സിയിൽ ആദ്യം നടത്തുന്ന ഓപ്പറേഷൻ ഏതാ? സി. പിന്നെ അത് കഴിഞ്ഞ് അതിൽ ബി ഓപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ബി സി എന്ന് പറയുന്ന പ്രൊഡക്റ്റിലാണ് എ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ സി എന്ന് പറയുന്ന ഓപ്പറേഷനിൽ എ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഓപ്പറേറ്ററാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് രണ്ടും സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ അസോസിയേറ്റീവ് റൂള് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. നമുക്ക് നോക്കാം. ഈ ഇൻവേഴ്സ് റൂള്. Each element of the group has an inverse or reciprocal that is also an element of the group. ഒരു മാത്തമാറ്റിക് ഗ്രൂപ്പിൽ ഒരു എലമെന്റ് അതിന് നമ്മൾ ഇൻവേഴ്സ് എന്ന് വിളിക്കുക അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് വിളിക്കുക. അത് ആ എലമെന്റിലെ ഗ്രൂപ്പ് ആവും. അത് ഏത് എലമെന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്താ ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം. അല്ല അങ്ങനെയല്ലേ? ഈച്ച് എലമെന്റ് ഓഫ് ദി ഗ്രൂപ്പ് ഹാസ് an inverse or reciprocal that is also an element of the group. അതും ആ എലമെന്റ് ഉണ്ടാവും. രണ്ടും കൂടി പ്രൊഡക്റ്റ് എടുത്താൽ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ റൂള് ഈ പറയുന്ന ഐഡന്റിറ്റി റൂള് സാറ്റിസ്ഫൈ ചെയ്തു. എക്സാമ്പിൾ,
For any element A, there occurs another element X in the group such that XA equal to AX equal to E. ഏതാ എലമെന്റ് എയുടെ ഇൻവേഴ്സ് ആണ് ഏത് എക്സ്. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്താൽ അതെപ്പോഴും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കും. ഐഡന്റിറ്റി എലമെന്റ് പ്രൊഡക്റ്റ് കിട്ടും. XA equal to AX equal to E. Where X equal to A inverse is called the inverse of A. Okay. Similarly, A is the inverse of X2. They are mutually inverse, mutually associated. Commutative property കാണിക്കുകയും ചെയ്യും. XA is equal to AX. A equal to X inverse or X equal to A inverse. രണ്ടും പറയാലോ. ഇത് ശ്രദ്ധാപൂർവ്വം ഞാൻ സ്പീഡ് നിർത്തി വല്ലാത്ത എക്സ്പ്രഷൻ തരാത്ത നിങ്ങൾ ഡേറ്റ് നഷ്ടമാകാതിരിക്കാനാണ്. നിങ്ങൾ കമന്റ് ഉണ്ടെങ്കിൽ ഇത് ചോദിച്ചോളാം. The complete set of symmetry operations that can be performed on a molecule, a point group will satisfy the 4 criteria for a mathematical group. We shall demonstrate or illustrate these facts with the water molecule. Water molecule that is in the YZ plane and its C2 axis coincide with the Z axis. ഈ ഇങ്ങനെയുള്ള ആക്സിസ് C2 ആക്സിസ്, ഈ വി ഷേപ്പിലുള്ള ഇൻവേർട്ടഡ് വി ഷേപ്പിലുള്ള വാട്ടർ മോളിക്യൂള് അത് നിൽക്കുന്ന പ്ലെയിൻ ഏതാ? YZ പ്ലെയിൻ. സ്ട്രക്ചർ നോക്കൂ. സ്ട്രക്ചർ അടുത്ത ഞാൻ കാണിച്ചു തരാം. ഇതാണ് വാട്ടർ മോളിക്യൂൾ. ഇത് ഏത് പ്ലെയിനാ? YZ പ്ലെയിനിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതിന്റെ കേസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കോളൂ. Consider water molecule such that it is in the YZ plane and its C2 axis coincides with the Z axis. The molecule has the symmetry elements E C2Z, sigma V XZ and sigma dash V YZ. ഈ പ്ലെയിനുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ നിങ്ങൾക്കറിയാം C2Z ഏതാ? 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമേജ് കിട്ടുന്നുള്ള C2Z. സിഗ്മ വി XZ ഏതാ? വി ഷേപ്പിലുള്ള മോളിക്യൂളിന് ഈ 3 ആറ്റങ്ങളിൽ കൂടി പോകാവുന്നൊരു പ്ലെയിനും ഈ 2 ബോണ്ടുകളെ 2 ഹാഫായിട്ട് തിരിക്കുന്ന ഓക്സിജൻ ആറ്റത്തിലൂടെ പോകുന്ന വേറൊരു പ്ലെയിൻ, പെർപെൻഡിക്കുലർ പ്ലെയിൻ. 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ 2 പ്ലെയിൻ. ഒന്ന് സിഗ്മ വി വെർട്ടിക്കൽ പ്ലെയിനുകളാണ്, സിഗ്മ വി XZ. രണ്ടാമത്തേതാ സിഗ്മ ഡാഷ് വി YZ. YZ പ്ലെയിനിലാണ് നിൽക്കണമെന്ന് ഓർക്കണോട്ടാ. The set of symmetry, 4 symmetry operations that can be represented in this way. Set E C2Z, sigma V XZ, sigma dash V YZ is set to form a point group, and it can be easily shown that the set satisfies all the 4 conditions required for a point group. നമുക്ക് ഒട്ടും പറഞ്ഞ പോയിന്റ് ഗ്രൂപ്പ് ആവണമെങ്കിൽ കണ്ടീഷൻസ് പറഞ്ഞു, 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ. ഈ 4 കണ്ടീഷൻസ് ഈ കേസിൽ ഏതൊക്കെ റൂള്? ഐഡന്റിറ്റി റൂള്, പിന്നെ ഏതാ ഇൻവേഴ്സ് റൂള്, അസോസിയേറ്റീവ് റൂള്, കമ്മ്യൂട്ടേറ്റീവ് റൂള് അല്ലേ? കമ്മ്യൂട്ടേറ്റീവ് അല്ലേ പറഞ്ഞേ? 4 റൂളുകൾ വേണമെങ്കിൽ നോക്കാം. ക്ലോഷർ റൂള് തെറ്റിയായിരുന്നു. ക്ലോഷർ റൂള്, ഐഡന്റിറ്റി റൂള്, അസോസിയേറ്റീവ് റൂള്, ഇൻവേഴ്സ് റൂള്. 4 റൂള് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമേ അത് സംഭവിക്കുള്ളൂ.